ശ്രീ മലേഗാവ് സ്ഫോടന കേസിൽ പ്രതി ചേർക്കപ്പെടുകയും പിന്നീട് കോടതി കുറ്റവിമുക്തനാക്കുകയും ചെയ്ത നമ്മുടെ മിലിറ്ററി ഉദ്യോഗസ്ഥൻ, സൈനിക ഉദ്യോഗസ്ഥൻ കേണൽ ശ്രീകാന്ത് പുരോഹിത്, അദ്ദേഹത്തെ ഈ കേസിൽ അറസ്റ്റ് ചെയ്തതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ജീവൻ അപായപ്പെടുത്താൻ ഒരു ശ്രമം നടന്നതായി, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗൂഢാലോചന നടന്നതായി ചില മാധ്യമങ്ങളെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ വിഷയം അങ്ങ് വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും അതിനെ പിന്തുടരുകയും ചെയ്ത ഒരാളാണ്, അന്നത്തെ വാർത്തകളും മറ്റുമൊക്കെ. എന്താണ് സർ, ഈ കേണൽ ശ്രീകാന്ത് പുരോഹിതൻ്റെ ജീവന് അപകടം ഉണ്ടാകുമായിരുന്നോ അന്നത്തെ ആ സാഹചര്യത്തിൽ? എന്താണ് അങ്ങേക്ക് തോന്നിയിട്ടുള്ളത്? ആദ്യത്തെ ഉത്തരം, കേണൽ പ്രശാന്ത് ശ്രീകാന്ത് പുരോഹിത് രക്ഷപ്പെട്ട് ഇന്ന് ജീവിച്ചിരിക്കുന്നത് ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി. അതൊരു അത്ഭുതമാണ്. അറസ്റ്റിന് ശേഷമാണോ കസ്റ്റഡിയിലെടുത്ത കാലത്താണോ എന്ന് എനിക്ക് ഉറപ്പില്ല. എനിക്ക് തോന്നുന്നത് അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് മുമ്പാണെന്നാണ്. കസ്റ്റഡിയിലെടുത്ത സമയത്ത്, ആ സമയത്തിലാണ്. നെയ്തർ ഹിയർ നോർ ദെയർ. അപ്പോൾ അവിടെ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. എന്തിനാണ് ഈ കേണൽ പുരോഹിതിനെ ഈ കേസിലേക്ക് വലിച്ചു കൊണ്ടുവന്നത്? അവിടെ കൃത്യമായ ഒറ്റവാചക ഉത്തരം, സനാതന ഹിന്ദുവിനെയും ഭാരതത്തിൻ്റെ സനാതന സംസ്കൃതിയെയും സന്യാസി സമൂഹത്തെയും ഭാരതത്തിൻ്റെ സൈന്യത്തെയും, സനാതനം, സൈന്യം, സാധു സമാജം, സംഘം, രാഷ്ട്രീയ സ്വയംസേവക സംഘം, ഈ 3-4 മേഖലകളെ കാവ്യ ഭീകരതയുമായിട്ട് എന്ന ആ കാവ്യ ഭീകരത എന്ന കള്ളക്കഥയിൽ പെടുത്തിക്കൊണ്ട് ലോകത്തിൻ്റെ മുമ്പിൽ പാകിസ്ഥാന് സഹായകരമായ രീതിയിൽ ഒരു ഹിന്ദു തീവ്രവാദത്തിൻ്റെ നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് കേണൽ പുരോഹിതിനെയും സ്വാതി പ്രജ്ഞാസിംഗ് ഠാക്കൂറിനെയും ഒക്കെ അറസ്റ്റ് ചെയ്തത്. ഇനി അങ്ങയുടെ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. യഥാർത്ഥത്തിൽ ഈ സംഭവം ഞാൻ കേട്ടത് കേണൽ RSL സിംഗിൽ നിന്നാണ്. ബാക്കി പലരും പറഞ്ഞെങ്കിലും എനിക്ക് അതാണ് കൂടുതൽ വിശ്വസനീയമായിട്ട് തോന്നിയത്. കാരണം അദ്ദേഹം റോയുടെ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു. കൃത്യമായ തെളിവുകളുടെ കാര്യം അദ്ദേഹം പല മാധ്യമങ്ങളിലും സൂചിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലും അതുകൊണ്ടെന്നാണ് പറയുന്നത്. പുസ്തകം ഞാൻ കണ്ടിട്ടില്ല. സംഭവം ഇങ്ങനെയാണ്. കേണൽ ശ്രീകാന്ത് പുരോഹിതിനെ പൂനെയിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുന്നു. അദ്ദേഹം ഒരു സർവിംഗ് ആർമി ഇന്റലിജൻസ് ഓഫീസറാണ്. ആ സമയത്തിൽ സർവിംഗ് ആർമി ഇന്റലിജൻസ് ഓഫീസറാണ്. അവരുടെ കാര്യത്തിൽ ഉണ്ടാവേണ്ട രീതിയിൽ ഒരു മൂവ്മെന്റ് റെക്കോർഡ് ഉണ്ടാക്കി. ആ മൂവ്മെന്റ് റെക്കോർഡിൽ പൂനെയിൽ നിന്ന് ഡൽഹിക്ക് പോവുകയാണെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ കൊണ്ടുവന്നത് ബോംബെയിൽ എത്തിച്ചതോ ഇപ്പോഴും നമ്മുടെ ഞാൻ പറഞ്ഞ ആളുകൾ രഹസ്യാന്വേഷണ വിങ്ങിലെ ഉദ്യോഗസ്ഥൻ ആ പ്രദേശത്ത് എക്സ് എന്നാ പറയുക. എക്സ് എന്നൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോയെന്നാ പറയുന്നത്. നമുക്കറിയാം, പോലീസുകാർക്കും ഇന്റലിജൻസ് വിങ്ങിനും ഒക്കെ ചോദ്യം ചെയ്യപ്പെടാനൊക്കെയുള്ള ആവശ്യമുള്ള ചില രഹസ്യ സങ്കേതങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഒരു സ്ഥലത്തെ കൊണ്ടുപോയത്, എക്സ് എന്ന ലൊക്കേഷനിൽ കൊണ്ടുപോയെന്നാണ് പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടെ ഇദ്ദേഹത്തെ കൊണ്ടുവന്നതിന് ശേഷം ക്രൂരമായ മർദ്ദനമായിരുന്നു. അതിക്രൂരമായ മർദ്ദനം. അദ്ദേഹത്തിൽ നിന്ന് അവർക്ക് വേണ്ട മൊഴിയെടുക്കാൻ വേണ്ടി, ഇല്ലാ കഥ കെട്ടിച്ചമയ്ക്കാൻ വേണ്ടി. നമുക്കറിയാം, അദ്ദേഹം RDX ചൈനയിൽ പോയി കൊണ്ടുവന്നു, കാശ്മീരിൽ പോസ്റ്റിംഗ് ആയിരുന്നപ്പോൾ കൊണ്ടുവന്നൊക്കെ പറഞ്ഞതിന് കോടതി ഇപ്പോൾ ചോദിച്ചത്, കാശ്മീരിൽ ഈ കാലത്ത് അങ്ങേർക്ക് പോസ്റ്റിംഗ് ഉണ്ടോ എന്ന്, കാശ്മീരിൽ പോസ്റ്റഡ് ആണോ എന്ന് പോലും നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ എന്നാണ് കോടതി ചോദിച്ചത്. അതായത് ഇവർ പറയുന്ന കാലത്ത് അദ്ദേഹം ഇവിടെ പോസ്റ്റഡ് അല്ല, ഇവരത് അന്വേഷിച്ചിട്ടുമില്ല. RDXന്റെ കഥ കംപ്ലീറ്റ് കള്ളത്തരമെന്ന് കോടതി പറഞ്ഞു. അവസാനം ഒന്നും വേണ്ട, RDXന്റെ അവശിഷ്ടങ്ങൾ പിടിച്ചെടുത്തെന്ന് പറയുന്ന
അത് ATSന്റെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് പ്ലാൻ ചെയ്തതാണെന്ന് കൃത്യമായും കോടതി അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ പുതിയ വിധിന്യായത്തിലുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് വിഷയം അങ്ങയുടെ ചോദ്യമാണ്. അങ്ങനെ ക്രൂരമായ മർദ്ദനത്തിന് ശേഷം കേണൽ പുരോഹിതന്റെ ഭാര്യയെയും ഭാര്യ പിതാവിനെയും അവിടെ കൊണ്ടുവരുന്നു. ഭാര്യ പിതാവ് എന്ന് പറഞ്ഞാൽ ISROയിലോ DRDOയിലോ അവിടെ ഒരു ശാസ്ത്രജ്ഞനായിട്ടിരുന്ന് അവിടുന്ന് വിരമിച്ച അന്ന് ഏതാണ്ട് 75 വയസ്സുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇവർ രണ്ടുപേരെയും കൊണ്ടുവന്നു. അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത്, ഭാര്യാപിതാവിനോട് ആവശ്യപ്പെട്ടത്, പൂനെയിലെ അവരുടെ വീട്ടിലേക്ക് വന്ന് കേണൽ പുരോഹിത ഒരു വാഹനം നിറച്ച ആയുധവുമായിട്ട് പോയി എന്നൊരു മൊഴി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടത്. അത് നടക്കില്ലെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. ഞാനത് ചെയ്യില്ല, നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാനത് ചെയ്യും, നിങ്ങൾ എന്നെ കൊന്നാലും ഞാൻ പറഞ്ഞില്ല എന്നാണ് ആ 75 വയസ്സിന് മീളെയുള്ള ആ വന്യവയോധികൻ മറുപടി പറഞ്ഞത്. അദ്ദേഹത്തെ കണ്ടമാനം മോശമായിട്ട് മോശം ഭാഷയിൽ അബ്യൂസ് ചെയ്തു. അത് കേട്ട കേണൽ പുരോഹിതന്റെ ഭാര്യയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അവർ ഈ ATS ഉദ്യോഗസ്ഥൻ നിസ്സാരക്കാരനല്ല, IG-യുടെ റാങ്കിന് മുകളിലുള്ള ഉദ്യോഗസ്ഥനാണ് ഈ പണി ചെയ്തെന്നാണ് പറയുന്നത്. അവസാനം ഒന്നും കിട്ടില്ല എന്ന് കണ്ടപ്പോൾ ഇവർ രണ്ടുപേരോടും പൊക്കോളാൻ പറഞ്ഞു. ആരാ? ഭാര്യയോടും ഭാര്യാപിതാവിനോടും പൊക്കോളാൻ പറഞ്ഞു. കുറച്ച് സമയത്തിന് ശേഷം ഈ ഉദ്യോഗസ്ഥൻ തിരിച്ച് കേണൽ പുരോഹിതനോട് പറഞ്ഞു, നിങ്ങൾക്കെതിരെ തെളിവുകളൊന്നുമില്ല, നിങ്ങൾക്കതുകൊണ്ട് പോകാം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ പോകാം? എനിക്കൊരു വാഹനം അറേഞ്ച് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചു, പുറത്തേക്ക് പോകാൻ വേണ്ടി. അതിന് പറഞ്ഞ മറുപടി ഇദ്ദേഹം പറഞ്ഞത്, അതൊന്നും എൻ്റെ പണിയല്ല. ഇദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എൻ്റെ മുട്ടുകാര് തല്ലി ഒടിച്ചിരിക്കുക, എൻ്റെ കാലിന് മുട്ടിൽ ക്ഷത വേപ്പിച്ചിരിക്കുക, എനിക്ക് എങ്ങനെ ദേഹം മുഴുവൻ എങ്ങനെ നടക്കാൻ സാധിക്കും, എനിക്ക് എങ്ങനെ പുറത്തേക്ക് പോകാൻ പറ്റുമെന്ന് ചോദിച്ചു. അതൊന്നും എൻ്റെ ജോലിയില്ലെന്നുള്ള മറുപടിയേ ഉള്ളൂ. അവസാനം അപേക്ഷിച്ചു, അങ്ങ് പുറത്തേക്ക് പോകുമ്പോൾ അങ്ങയുടെ വാഹനത്തിൽ എന്നെ വഴിയിൽ എവിടെയെങ്കിലും വിട്ടാല് അവിടുന്ന് ഏതെങ്കിലും കിട്ടുന്ന വാഹനത്തിൽ ഞാൻ പൊക്കോളാം. ഒരു മിലിറ്ററി ഇന്റലിജൻസ് ഓഫീസർ ATS എന്ന പോലീസ് സംവിധാനത്തിലെ IG-ക്ക് ഉയരമുള്ള ഉദ്യോഗസ്ഥരോട് ചോദിച്ച ചോദ്യം ന്യായമല്ലേ? അതുപോലും പറ്റില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞിട്ട് ആ ഉദ്യോഗസ്ഥൻ ഇറങ്ങിപ്പോയി. പോയ ശേഷം കുറച്ച് കഴിഞ്ഞപ്പം ഈ കേണൽ പുരോഹിത അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളും സാമഗ്രികളും ഒക്കെ കളക്ട് ചെയ്ത് അതെല്ലാം ബാഗിനകത്താക്കി എങ്ങനെയെങ്കിലും പുറത്തു പോയി നോക്കാം എന്നൊരവസ്ഥയിലേക്കായി. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ATSന്റെ താഴെയുള്ള ഉദ്യോഗസ്ഥൻ, ശിപായിയെ മറ്റുമാണ്, താഴെയുള്ള ഉദ്യോഗസ്ഥൻ അകത്തേക്ക് കടന്നു വന്ന് ആ ഹോളിൻ്റെ കതകിൻ്റെ കുറ്റി അകത്തു നിന്നിട്ടു. അതിനുശേഷം അദ്ദേഹം കേണൽ പുരോഹിതന് മുമ്പിൽ ഒന്ന് പാദ നമസ്കാരം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, അങ്ങ് എൻ്റെ ഗുരുവാണ്. ATSലെ അംഗങ്ങളെ പരിശീലിപ്പിക്കാൻ വേണ്ടി മഹാരാഷ്ട്ര ആ പോലീസ് ഉപയോഗിച്ച ഒരു ഉദ്യോഗസ്ഥനായിരുന്നു കേണൽ ശ്രീകാന്ത്. അങ്ങനെ വന്നപ്പോൾ അങ്ങയുടെ മുമ്പിൽ ഞാൻ ശിഷ്യനായി നിന്നിട്ടുണ്ട്, എൻ്റെ ഗുരുവാണ് അങ്ങ്. പരിചയപ്പെടുത്തൽ മനസ്സിലായി. അടുത്ത ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, അങ്ങ് ഇവിടുന്ന് പുറത്തേക്ക് പോകരുത്. കേണൽ പുരോഹിതന് അതിശയമായി. വെറുതെ വിട്ട് എന്നോട് പുറത്തേക്ക് പോകരുതെന്നാണ് ശിപായി പറയുന്നത്. ചോദിച്ചു, മറുപടിയാണ് ഭീകരം. അങ്ങ് പുറത്തോട്ട് പോയാൽ ഇന്ത്യൻ ആർമിയിലെ ഇന്റലിജൻസ് കോറിലെ ഉദ്യോഗസ്ഥനായ കേണൽ പുരോഹിത് പുറത്തോട്ട് പോയാൽ വെടിവെച്ച് കൊല്ലാനാണ് എനിക്കുള്ള നിർദ്ദേശം എന്നാണ് ആ സാധാരണ ATS ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. അതിനെന്നെ ഏൽപ്പിച്ച ആയുധം ഇതാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന തോക്കെടുത്ത് കാണിച്ചു കൊടുത്തു. ഇനി പറയൂ പ്രശാന്ത്, എന്തായിരുന്നു ലക്ഷ്യമെന്ന്? പുറത്ത് പോയെങ്കിൽ വെടിവെച്ച് താഴെയിടുമായിരുന്നു. പക്ഷേ
ഭാരതത്തിൻ്റെ പാരമ്പര്യത്തിൽ പറയുന്ന ഗുരുശിഷ്യ പാരമ്പര്യത്തിൻ്റെ ഉദാത്തമായ ഒരു സംസ്കൃതിയുടെ ഉൽപ്പന്നമായിരുന്നു ആ സാധാരണക്കാരനായ ATS ഉദ്യോഗസ്ഥൻ എന്നുള്ളത് കൊണ്ട് അയാളെ കൃത്യം ചെയ്തില്ല. കേണൽ പുരോഹിത് ഇവരെല്ലാം ഉയർത്തിയ കാവി ഭീകരതയുടെ കള്ളക്കഥയ്ക്ക് മറുപടി കൊടുക്കാൻ വേണ്ടി ഇന്നും തല ഉയർത്തി കോടതിയിൽ വന്നു കഴിഞ്ഞപ്പം ചിരിക്കുന്ന മുഖത്തോടു കൂടി നേരിടും സകല ഭീഷണികളെയും ഒരു വശത്തേക്ക് തള്ളി ചിരിക്കുന്ന മുഖത്തോടുകൂടി ഭാരതത്തിന് വേണ്ടി ഇനിയും സ്വന്തം ജീവിതം സമർപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്നു. നമ്മൾ അറിയണം, ഇത് ഭാരതത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ചോര കൊണ്ട് അടയാളപ്പെടുന്ന രംഗമായി മാറുമായിരുന്നു. കേണൽ പുരോഹിതനെ അന്ന് അവിടെ വെച്ച് കൊല്ലാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇവര് തയ്യാറാക്കിയ ചിത്രം, ആ കെട്ടുകഥ കേണൽ പുരോഹിതന് എല്ലാ കുറ്റങ്ങളും ഏൽപ്പിച്ചിട്ട് കേസ് കോടതിയിൽ പോലും പ്രതിരോധിക്കാൻ ആളില്ലാത്ത സാഹചര്യത്തിൽ ഇവർ പറഞ്ഞ കഥയോടെ വിചാരിക്കുമായിരുന്നു അവിടെ സോണിയാഗാന്ധി എന്ന അന്റോണിയോ മൈനോ എന്ന ഇറ്റാലിയൻ വനിതയുടെ രാഷ്ട്രീയം പരാജയപ്പെട്ടു. സോണിയയ്ക്ക് മനസ്സിലായില്ല ഭാരതത്തിലെ ആ ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ വ്യാപ്തി. അതുകൊണ്ട് കേണൽ പുരോഹിതൻ രക്ഷപ്പെട്ടു. ഭാരതം ഇന്ന് സമാധാനമായിരിക്കുന്നു.